കതകുകൾ കർത്താവിന് വേണ്ടി ഇന്ന് രാവിലെ തുറക്കപ്പെടട്ടെ. ഒരു കോളിംഗ് ബെല്ലാണ് ഇന്നത്തെ ദൂത്. അത് യേശുവിന് നിങ്ങളുടെ വീട്ടിലേക്ക് കയറാനുള്ള കോളിംഗ് ബെല്ലാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈശോ മിശിഹാ ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നേരത്താണ് ഇതുപോലൊരു ശുശ്രൂഷ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് യേശു നമ്മുടെ വീട്ടിലേക്കും ജീവിതത്തിലേക്കും പ്രവേശിക്കുവാനുള്ള സമയമായിരിക്കുകയാൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആ ദൈവശബ്ദത്തിന് കാതോർക്കാം. കർത്താവിന് വേണ്ടി വീടിൻ്റെ കതകുകളും ഹൃദയങ്ങളുടെ കതകുകളും നന്നായി തുറക്കാം. ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചനദൂതിൻ്റെ പുത്തൻ അധ്യായത്തിലേക്ക് വാഴ്ത്തപ്പെട്ട ഈശോ മിശിഹായുടെ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. യേശു കാലുകുത്തിയ വീടുകളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ ദൂതുകളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാനായിലെ കല്യാണ വീട്ടിൽ യേശു പോയി, അവിടെ പച്ചവെള്ളം വീഞ്ഞാക്കി. പത്രോസിൻ്റെ ഭവനത്തിൽ യേശു പോയി, ആ വീട്ടിൽ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനിയെ ശാസിച്ചു. ആ അമ്മയെ ആരോഗ്യത്തിലേക്ക് കർത്താവ് എഴുന്നേൽപ്പിച്ചു. കവർന്നഹൂമിലെ വീട്ടിൽ യേശു പോയി, ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചിരുന്ന പക്ഷപാത രോഗിയെ യേശു എഴുന്നേൽപ്പിച്ച് നടത്തി. നാലാമതായി യായിറോസിൻ്റെ വീട്ടിൽ യേശു പോയി, മരിച്ചുപോയ 12 വയസ്സ് പ്രായമുള്ള തൻ്റെ പൊന്നോമനയെ യേശു തന്നെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടി ആരോഗ്യത്തിലേക്ക് ജീവനിലേക്ക് തിരിച്ച് എഴുന്നേൽപ്പിച്ച് കൊടുത്തു. യേശു പോയ അനുഗ്രഹീതമായിരിക്കുന്ന 4 ഭവനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ വീടുകളിലേക്ക് കർത്താവ് വരുന്ന ഈ ഒരു ദൈവാലോചനയുടെ നടുവിൽ ഇന്ന് യേശു പോയ 5ാമത്തെ വീട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. വിശുദ്ധ തിരുവെഴുത്തിൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിലാണ് നമുക്ക് ആ സംഭവം എഴുതപ്പെട്ടതായി കാണാൻ കഴിയുന്നത്. മത്തായി 26:6 യേശു ബഥാനിയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞൊരു വെങ്കൽ ഭരണി എടുത്തുകൊണ്ട് അവൻ്റെ അടുക്കൽ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാർ അത് കണ്ട് മുഷിഞ്ഞു. ഈ വെറും ചെലവ് എന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശുവിനെ ആദരിപ്പാൻ പാപിനിയായ ഒരു സ്ത്രീ കാലങ്ങളായി കാത്തിരിക്കുന്നു. തൻ്റെ പാപം നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഒരു വിരക്തി, ഒരു വിമോചനം നേടിയാണ് അവൾ കർത്താവിലേക്ക് വരുന്നത്. ആ കടന്നുവരവോടുകൂടെ വെറും കൈയായി എത്താതെ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ഏറ്റവും വിലപ്പെട്ടതിൽ വെങ്കൽ ഭരണി നിറയെ പരിമള തൈലം വാങ്ങിയാണ് അവൾ കർത്താവിൻ്റെ അരികിൽ വരുന്നത്. പന്തിയിലിരിക്കുന്ന യേശുവിൻ്റെ ശിരസിൽ തലമുടിയിൽ അവൾ അത് ഒഴിച്ചു. നാസീർ വ്രതസ്ഥനായ നസ്രായനായ തലമുടിക്ക് അത്യാവശ്യം നീളമുള്ള യേശുവിൻ്റെ കേശത്തിലേക്ക് ആ തൈലം പടർന്നൊഴുകുമ്പോൾ യേശുവിൻ്റെ തലമുടി നാരിഴകളിലൂടെ ഒഴുകിയിറങ്ങിയ പരിമള തൈലത്തിൻ്റെ സൗരഭ്യത്താൽ ആ വീട് മുഴുവനും നിറഞ്ഞു. ആമേൻ. യേശുവിലേക്ക് എന്തെങ്കിലും ചേർത്താൽ അതിൻ്റെ മഹിമയാൽ അവിടം നിറയും. യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് സ്തുതിച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിൽ ദൈവ തേജസ് നിറയും. ആമേൻ. യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലിരുന്ന് സ്നേഹിച്ചാൽ, യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ദൈവസ്നേഹം കൊണ്ട് തന്നെ നിറയും. നമ്മൾ അങ്ങോട്ടേക്ക് എന്ത് കൊടുക്കുന്നോ അത് 100 ഇരട്ടി 1000 ഇരട്ടി അനുഗ്രഹമായി തിരിച്ചിങ്ങോട്ടേക്ക് തരുന്ന ദൈവത്തിൻ്റെ ഒരു വാദിയാണ് കർത്താവിന് നൽകുന്ന ഇത്തരം ദാനങ്ങൾ, ഇത്തരം ആരാധനാ അർപ്പണങ്ങൾ. യേശുവിൻ്റെ ശിരസിലേക്ക് ആ സ്ത്രീക്ക് ഒഴിക്കുവാനുള്ള സൗഭാഗ്യം കിട്ടിയല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുന്നു. ഏറ്റവും നല്ലതായ ശ്രേഷ്ഠമായിരിക്കുന്നൊരു ശുശ്രൂഷ അവൾ ചെയ്തു. നമ്മളുടെ തിരുവചനത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങ് ദൂരെ ആദാം മുതൽ ഇങ്ങോട്ടേക്കുള്ള വിശുദ്ധന്മാരായിരിക്കുന്ന വീരന്മാരായിരിക്കുന്ന ദൈവഭൃത്യന്മാരുടെ അനുഗ്രഹ ചരിത്രങ്ങളെയും വീരമായിരിക്കുന്ന അവരുടെ അത്ഭുത ദൈവപ്രവൃത്തികൾക്ക് കാരണമായിരിക്കുന്ന ജീവിത അധ്യായങ്ങളെയും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവരിൽ ആർക്കും കിട്ടാത്ത ഒരു ശ്രേഷ്ഠ സൗഭാഗ്യാനുഗ്രഹം ഈ സ്ത്രീക്ക് സിദ്ധിച്ചതായി ദൈവവചനം എഴുതിയിരിക്കുന്നു. അതെന്താണെന്നോ, അവൾ യേശുവിൻ്റെ തല മുതൽ പാദം വരെ ശുശ്രൂഷ ചെയ്തു. അതൊരു ഭയങ്കര കാര്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. യേശുവിൻ്റെ ശിരസിൽ അവൾ വെങ്കൽ ഭരണിക്കകത്തു കൊണ്ടുവന്ന പരിമള തൈലം ഒഴിച്ചു. കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ പാദം അവൾ നനച്ചു. യേശുവിൻ്റെ തലമുടിയെയും യേശുവിൻ്റെ പാദത്തെയും അവൾ ഒരുപോലെ ആരാധിച്ചു. യേശുവിൻ്റെ ശിരസിനെയും യേശുവിൻ്റെ പാദത്തെയും അവൾ ഒരുപോലെ ശുശ്രൂഷിച്ചു.
ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതോ ഒരു കോണിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ദൈവാനുഭവമല്ല വേണ്ടത്. ദൈവശക്തിയെ അതിൻ്റെ ശിരസ് മുതൽ പാദം വരെ അനുഭവിപ്പാൻ നമുക്ക് കഴിയണം. ദൈവസ്നേഹത്തെ അതിൻ്റെ ശിരസ് മുതൽ പാദം വരെ നമുക്ക് അനുഭവിപ്പാൻ കഴിയണം. ദൈവിക ദാനങ്ങൾ അതിൻ്റെ ശിരസ് മുതൽ പാദം വരെ അനുഭവിപ്പാൻ നമുക്ക് കഴിയണം. ആ സ്ത്രീക്ക് അതിനുള്ള കൃപ ലഭിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവൾ അതിന് മനസ്സ് വെച്ചു. ചിലതൊക്കെ നമ്മുടെ നേരെ ദൈവം വെച്ചു നീട്ടും, എന്നാൽ മറ്റു ചിലത് നാം ദൈവത്തിനായിട്ട് അങ്ങോട്ടേക്ക് നീട്ടാൻ സന്നദ്ധരായി ഇറങ്ങി പുറപ്പെടേണ്ടതായിട്ടുണ്ട്. മനഃപൂർവ്വമായിട്ട് അവൾ ചെന്നു. ആ വീടൊരു ആരാധനാവേദിയായി തീർന്നു. അതിന് തൊട്ട് മുൻപ് വരെ ആ വീട് ഒരു പന്തിഭോജനത്തിൻ്റെ ഇടമായിരുന്നു. പക്ഷേ ആ സ്ത്രീ അവിടെ വെളിപ്പെട്ടതോടുകൂടെ, യേശു ആ വീട്ടിൽ വന്നതോടുകൂടെ എന്നുമുള്ളതായ പന്തിഭോജനത്തിൻ്റെ ആ വിരുന്നുമേശയിൽ ഒരാരാധന വെളിപ്പെടുവാൻ തുടങ്ങി. ഒരു വലിയ സന്തോഷം വെളിപ്പെടുവാൻ തുടങ്ങി. ഒരു സ്ത്രീയുടെ ജീവിതം രൂപാന്തരപ്പെടുന്ന അതിശയകരമായ രൂപാന്തരത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ഇടനാഴിയായി ആ ജീവിതവേദി മാറുവാനിടയായി. ആ ഭവനം ഒരു സ്ത്രീയുടെ ജീവിതത്തെ വിശുദ്ധിയുടെ ചരിത്രത്തിലേക്ക്, പാപിനിയായ ഒരു സ്ത്രീയുടെ ജന്മത്തെ പരിശുദ്ധമായൊരു ജീവിതത്തിൻ്റെ സാക്ഷാത്കാര ചരിത്രത്തിലേക്ക് തിരുത്തിയെഴുതുന്ന രംഗവേദിയായി മാറി. അതെ, ദൈവം അവളുടെ തലവര മാറ്റി. ദൈവം അവളുടെ ജീവിതത്തെ തിരുത്തി. കർത്താവ് അവളുടെ പാപങ്ങളെ ക്ഷമിച്ചു. യേശു അവളുടെ ജീവിതത്തെ പണിതു. ഇതിനാ വീടൊരു കാരണമായി തീർന്നു. യേശു ഒരു ഭവനത്തിൽ വന്നാൽ ചില രൂപാന്തരങ്ങൾ നടക്കും. ചില തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ നമ്മൾ ചിന്തിക്കാത്ത നിലയിൽ വിശുദ്ധരായി രൂപപ്പെടും. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയാകാം. നിങ്ങളുടെ ആങ്ങളെയോ നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ നിങ്ങളുടെ മോനോ മോളോ ആകാം. അല്ലെങ്കിൽ നമ്മൾ തന്നെയാകാം. തെറ്റെന്ന് നമുക്ക് തന്നെ ബോധ്യമുള്ള, എന്നാൽ പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ ജീവിതത്തിൽ അടിമപ്പെട്ടു പോയ ചില പാപത്തിൻ്റെ വേലികൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ബന്ധനാവസ്ഥയിൽ നിന്നും നമ്മളെ വിശുദ്ധിയുടെ സ്വാതന്ത്ര്യാനുഭവത്തിലേക്ക് പുതുക്കുവാൻ നമ്മുടെ കർത്താവിൻ്റെ കടന്നുവരവ് കാരണമായി തീരും. യേശു ആ വീട്ടിൽ വന്നു. കേവലം വയറ് നിറച്ച് ആഹാരം കഴിച്ചു പോയെന്നുള്ളതല്ല. യേശു ആ ഭവനത്തിലേക്ക് വന്നു. മനോഹരമായ ഭക്ഷ്യപദാർത്ഥങ്ങളാൽ ഒരു ആഡംബരപൂർണമായിരിക്കുന്ന ഒരു സദ്യ അവിടെ വിളമ്പി എന്നുള്ളതല്ല. അവിടെ വിളമ്പിയത് ദൈവരാജ്യത്തിൻ്റെ പാപമോചനത്തിൻ്റെ മേശയിലെ സ്വാദുഭോജനമായി തന്നെ മാറി. ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളോടുകൂടെ ദൈവത്തെ ആരാധിച്ചു. കൃപ അവിടെ മേൽ പകരപ്പെട്ടു. യേശു നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കൃപ പകരും. യേശു നമ്മുടെ വീട്ടിൽ വരുമ്പോൾ തെറ്റായ മാർഗങ്ങളിൽ ചരിക്കുന്നവർക്ക് ജീവിത രൂപാന്തരത്തിൻ്റെ പുതിയ മാർഗങ്ങളിൽ ധൈര്യത്തോടെ വലതുകാലിൽ വെച്ച് കയറാനുള്ള ഒരു വിവേകവും ആത്മസമർപ്പണവും അതിനുള്ളതായ ശക്തിയും ഉണ്ടാകും. യേശു വന്ന ഭവനത്തിൽ മാനസാന്തരങ്ങളുണ്ടായി. യേശു വന്ന വീട്ടിൽ ആദരവുകളുണ്ടായി. യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാർ പോലും യേശുവിനെ ആരാധിക്കാത്ത വിധത്തിൽ ആ സ്ത്രീ കർത്താവിനെ സ്നേഹിച്ചു, ആരാധിച്ചു. അവിടെ കർത്താവ് പിന്നീട് പറയുന്നുണ്ട്, കൂടുതൽ പാപം മോചിച്ച് കിട്ടിയവൾ കൂടുതൽ സ്നേഹിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ക്ഷമിച്ച് കിട്ടപ്പെട്ടവളുടെ ഭാഗ്യം അവൾക്ക് ദൈവം അനുവദിച്ച് നൽകി. നിങ്ങൾ കൂടുതൽ തെറ്റിപ്പോയിട്ടുണ്ടാകാം, കൂടുതൽ വീണുപോയിട്ടുണ്ടാകാം, ഒത്തിരി പിഴച്ചു പോയിട്ടുണ്ടാകാം. പേടിക്കേണ്ട, സങ്കടപ്പെടേണ്ട. കൂടുതൽ സ്നേഹിക്കാൻ അവസരമുണ്ട്. ഈ കർത്താവിനെ മറ്റുള്ള ആരെക്കാളും അധികമായി സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശിഷ്ടകാലം നിങ്ങൾക്ക് ധന്യമാക്കുവാനുള്ള സൗഭാഗ്യം ഇവിടെ തുറക്കപ്പെടുന്നുണ്ട്. യേശു വീട്ടിലേക്ക് വരുമ്പോൾ മാനസാന്തരമില്ലാത്ത വ്യക്തികൾക്ക് മാനസാന്തരം ഉണ്ടാകും. ഞാനിത് പറയുമ്പോൾ ചില കുടുംബങ്ങളിലെ മദ്യപാനങ്ങൾ ബന്ധിക്കപ്പെടുകയാണ്. ചില ഭവനങ്ങളിലെ വഴിവിട്ട ജീവിത സാഹചര്യങ്ങൾക്ക് അറുതി വരികയാണ്. ചില തെറ്റായ ബന്ധങ്ങൾക്കകത്ത് കുരുങ്ങിക്കിടക്കുന്നവർ അത് വേണ്ടാന്ന് വെച്ച് കർത്താവിലേക്ക് തിരിയുകയാണ്. ഈ മാറ്റങ്ങളെല്ലാം ഇന്ന് രാവിലെ യേശു നമ്മുടെ വീട്ടിൽ വരുന്നതിനാൽ സംഭവിക്കുന്നു. ചേർന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എൻ്റെ വീട്ടിൽ യേശു വരുന്നതിനാൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിന്നീട് പോയ ഒരു അനുഗ്രഹീത ഭവനമാണ് സക്കായിയുടെ വീട്. ഈ വേദഭാഗം നമ്മൾ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ളതായ വേദഭാഗങ്ങളിലാണ്. പൊതുജന സമൂഹത്തിൻ്റെ നടുവിൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാൻ കഴിയാതെ വന്നതിനാൽ യേശു പോകുന്ന വഴിയിലുള്ള ഒരു കാട്ടത്തിയിൽ വലിഞ്ഞു കയറി ഇലകൾക്കിടയിൽ പാത്തിരുന്ന ആദാമിൻ്റെ ഒരു കൊച്ചു കുഞ്ഞ്. പക്ഷേ ആ ആദാമിൻ്റെ ചക്രക്കുട്ടനെ യേശു വിളിച്ചിങ് ഇറങ്ങി വാ സക്കായിയെ, വേഗം ഇറങ്ങി വാ. നീ കയറിയത് ഒത്തിരി പ്രയാസപ്പെട്ട, പക്ഷേ യേശു വിളിച്ചിറക്കിയത് വളരെ പെട്ടെന്നാണ്. ഇതൊരു വെളിപ്പാടാണ്. ചില പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കയറുന്നത്, ചില ഇടങ്ങളിലേക്ക്, ചില സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കയറുന്നത് ഒത്തിരി തത്രപ്പെട്ടും ബന്ധപ്പെട്ടും ഒക്കെ ആയിരിക്കും. പക്ഷേ യേശു നമ്മളെ തിരിച്ചിറക്കാൻ അത്രയും കാലമോ സമയമോ ഒന്നും വേണ്ട. ഒരു മരത്തിൻ്റെ മണ്ടേ നൂർന്നിറങ്ങുന്ന വേഗതയിൽ നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടുന്ന മഹാപ്രശ്നങ്ങൾക്കകത്തുനിന്ന് നീ താഴെ ഇറങ്ങും. ഇന്നൊരു പക്ഷേ പൊതുജനം കാണണ്ട എന്ന് കരുതി
നിങ്ങൾ ഒളിച്ചും പാത്തും ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തെ നോക്കി ഞാൻ പറയട്ടെ. ഒരു പക്ഷേ കടക്കാരുടെ പേരിൽ, പണം കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ, മറ്റുള്ളവരുടെ മുഖം കാണാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ജീവിതത്തിൻ്റെ അത്തീലകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്നവരായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ പുറത്തിറക്കാൻ പോവുകയാണ്. പൊതുജന സമക്ഷത്തിൽ ഞാൻ നിന്നെ നിർത്താൻ പോവുകയാണ്. ആ പൊതുജന സമക്ഷത്ത് നിർത്താൻ തുടങ്ങുമ്പോൾ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പുറത്തു വരുവാൻ മാസങ്ങൾ കാലതാമസമില്ല, വർഷങ്ങൾ കാലതാമസമില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, വേഗം ഇറങ്ങി വാ, പെട്ടെന്ന് ഇറങ്ങി വാ. ആകസ്മികമായി സംഭവിക്കുന്നൊരു കാര്യം പോലെ വേഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ ഇന്ന് പകൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് ഏത് വിഷയത്തിൻ്റെ മേലിലാണോ, ഏത് പ്രയാസത്തിൻ്റെ അകത്താണോ, അതിൽ നിന്നും കർത്താവ് നിങ്ങളെ വേഗത്തിൽ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. നെഞ്ചിൽ കൈവച്ചു പറ, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുടെ, സമ്മർദ്ദങ്ങളുടെ, പ്രശ്നങ്ങളുടെ, ഊർഷ്വതയുടെ നടുവിൽ നിന്നും യേശുവിൻ്റെ ഇടപെടലിനാൽ ഞാൻ വേഗം പുറത്തു വരാൻ പോവുകയാണ്. യേശു എന്നിട്ട് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കും. അതെ, കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചാൽ യേശു വീട്ടിൽ വരും. ഇതൊരു ദൂതാണ്. യേശുവിനെ കാണണമെന്ന് കൊതിച്ചാൽ യേശു അവൻ്റെ വീട്ടിൽ ചെന്നിരിക്കും. യേശുവിനെ ഒന്ന് അടുത്തറിയണമെന്ന് ആഗ്രഹിച്ചാൽ യേശു അവരോട് അടുത്ത് വന്നിരിക്കും. യേശുവിനെ കാണാൻ വേണ്ടി കഷ്ടപ്പെടുന്നവനെ അങ്ങോട്ട് ചെന്ന് കാണാൻ യേശുവിന് മനസ്സാണ്. തൻ്റെ പേരിൽ ഏതെങ്കിലും മരത്തെ കയറുന്ന ഒരുവനുണ്ടെങ്കിൽ, തൻ്റെ പേരിൽ ആൾക്കൂട്ടത്തിനിടയിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്ന ഒരുവനുണ്ടെങ്കിൽ യേശു ആ വ്യക്തിയെ തന്നെ തൊടും. ഹല്ലേലൂയ. നിങ്ങൾ 1000 പേരുടെ നടുവിൽ നിന്നാലും ദൈവം നിൻ്റെ പേര് വിളിക്കും. നീ 100 ആൾക്കാരുടെ ഇടയിൽ മറഞ്ഞിരുന്നാലും, 10,000 പ്രശ്നങ്ങൾക്കിടയിൽ നിൻ്റെ ജീവിതം മറഞ്ഞു പോയാലും യേശു പേര് വിളിച്ച് അതിൽ നിന്നും നിങ്ങളെ ആഘോഷപരമായി പുറത്തു കൊണ്ടുവരും. യേശു പോയ 6ാമത്തെ ഭവനമാണ് സഖായിയുടെ ഭവനം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ യേശു കാലുകുത്തിയ 2 വീടുകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിലൊന്ന് കുഷ്ഠരോഗിയായിരിക്കുന്ന ശിമോൻ്റെ വീടും 2 സഖായിയുടെ വീടുമാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. മനമാറ്റമില്ലാത്തവർക്ക് മനമാറ്റം ഉണ്ടാക്കുന്ന, പാപജീവിതത്തിൽ കിടക്കുന്നവരെ വിശുദ്ധരാക്കുന്ന, ഹല്ലേലൂയ, കാണാൻ ആഗ്രഹിക്കുന്നവൻ്റെ വീട്ടിൽ ചെന്ന് പാർത്തവൻ്റെ ഹൃദയത്തെ നിറയ്ക്കുന്ന നല്ല നസ്രായൻ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. എനിക്ക് യേശുവിനെ കാണണമെന്നുള്ള കൊതി നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് ദൈവമേ, നീ എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പരസ്യമായി എഴുതിയൊരു ക്ഷണക്കത്ത് പോലെയാണ് കർത്താവ് ആ ആഗ്രഹത്തെ വായിക്കുന്നത്. അത് സ്വർഗത്തിൽ കിട്ടിയാൽ ഇന്ന് നിങ്ങളുടെ വീട് സ്വർഗമാകും. നിങ്ങളുടെ വീട് ദൈവമുള്ള ഇടമാകും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അരുളി ചെയ്ത ദൈവാലോചനയുടെ മുമ്പിൽ ഞങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം പറയുന്നു. ഞങ്ങളുടെ ജീവിതം ധന്യമാക്കുവാൻ, ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമാക്കുവാൻ യേശുവിൻ്റെ പകൽ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കാൻ സ്തോത്രം. എൻ്റെ വാക്കുകളെ കേട്ട് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കൾക്കായിട്ട് നന്ദി പറയുന്നു. ഇവരുടെ പ്രിയപ്പെട്ടവരുടെ സ്വഭാവ രൂപാന്തരീകരണം, ഇവരുടെ പല ജീവിതാവസ്ഥയിൽ കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുള്ളതായി വിടുതൽ, ഇതിവരുടെ സ്വപ്നമാണ്. അങ്ങ് ഇവരെ മാനിക്കണമേ. മാറ്റങ്ങൾക്കായി അങ്ങയുടെ മക്കളെ ഒരുക്കണമേ. പ്രാർത്ഥിച്ചവരെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ പകൽ ഇവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. യേശുവിൻ അൻപുള്ള നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു രാജാവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ.